അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് ബുംറ പുറത്തായി. ഒരു 3-4 ദിവസം മുമ്പ്, അതായത് 3-4 ദിവസമല്ല, അതെ, ഒരു 5-6 ദിവസം മുമ്പ് ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏകദിന പരമ്പര ആരംഭിക്കുന്നതിന് മുമ്പ് ആകാർക്കറിനോട് ചോദിച്ചായിരുന്നു ബുംറേനെ ഇങ്ങനെ ടീമിൽ നിന്ന് മാറ്റി. അത് സാധാരണ ഒരു കളിക്കാരനെ നേരത്തെ പ്രഖ്യാപിച്ച ടീമിൽ നിന്ന് മാറ്റുമ്പം BCCI പ്രത്യേക വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട്, ബുള്ളറ്റിൻ പോലെ. പക്ഷേ ഇതൊന്നും ബുള്ളറ്റിനൊന്നും പ്രഖ്യാപിച്ചൊന്നുമില്ല. വരുൺ ചക്രവർത്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച വന്ന ഒരു ബുള്ളറ്റിൽ അതിന്ന് ബുംറയുടെ പേരില്ലായിരുന്നു. അങ്ങനെയാണ് ബുംറ ടീമിൽ നിന്ന് പുറത്തായി, ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള കളിയിൽ നിന്ന് പുറത്തായെന്ന് എല്ലാവരും അറിഞ്ഞത്. അപ്പം അത് ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിനോട് ചോദിച്ചു മീഡിയ, എന്തുകൊണ്ടാണ് ബുംറേനെ പുറത്താക്കിയത്, എന്താണ് അങ്ങനെ അറിയിക്കാതിരുന്നത്. അപ്പം അഗാർക്കർ പറഞ്ഞത് ബുംറ അങ്ങനെ ആദ്യത്തെ 2 കളി കാണില്ല, പരിക്കാണ്. പക്ഷേ 3ാമത്തെ കളി കളിക്കും, ചാമ്പ്യൻസ് ട്രോഫിയും കളിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കേണ്ട അവസാന ദിവസം, ഫൈനൽ ലിസ്റ്റ് കൊടുക്കേണ്ട ദിവസം. അപ്പോൾ ഇന്ന് ഇന്ത്യ കൊടുത്ത ഫൈനൽ ലിസ്റ്റിൽ ബുംറ ഇല്ല. അത് ആക്ച്വലി BCCI പറഞ്ഞു ബുംറ ഇല്ല, ടീമിലില്ല, പരിക്കാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അഗാർക്കർ നേരത്തെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ 3ാമത്തെ ഏകദിനത്തിൽ തിരിച്ചു വരും, പിന്നെ ചാമ്പ്യൻസ് ട്രോഫി കളിക്കും എന്ന് പറഞ്ഞത് കണക്കിലെടുക്കുകയാണെങ്കിൽ മിക്കവാറും BCCIയിലെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടാവണം അഗാർക്കർ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ അപ്ഡേറ്റ് കൊടുത്തത്. പക്ഷേ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ആ അപ്ഡേറ്റ് മാറി, ബുംറ കളിക്കില്ല എന്നുള്ളൊരു സാധനത്തിലേക്ക് എത്തി. അങ്ങനെ ബുംറേനെ ഒഴിവാക്കി ടീം ഇടുന്നു. എന്ത് തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയാണ് ശരിക്കും BCCI ഈ കാര്യത്തിൽ കാണിക്കുന്നത്? നേരത്തെ തന്നെ ബുംറ കളിക്കാനുള്ള സാധ്യതയില്ല, ചാമ്പ്യൻസ് ട്രോഫി ചിലപ്പോഴേ കളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 3ാമത്തെ ഏകദിനം ചിലപ്പോഴേ കളിക്കുകയുള്ളൂ എന്നൊരു അപ്ഡേറ്റ് കൊടുക്കാവുന്നതല്ലേ? ഒരു ദുരൂഹമായിട്ടുള്ള ഒരു നീക്കുവൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം BCCIയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തീരെ എഫിഷ്യൻ്റ് അല്ലാത്ത ഒരു സെലക്ടറാണ് ശരിക്കും അഗാർക്കർ. അത് നല്ല സെലക്ടർമാർ ഈ അടുത്ത കാലത്തും ഇന്ത്യൻ ടീമിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വേറെ കാര്യം. ബുംറയുടെ അഭാവത്തിൽ ശരിക്കും ടീമിൽ ഉണ്ടാവേണ്ടിയിരുന്നത് സിറാജായിരുന്നു. പക്ഷേ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ സിറാജില്ല. ടെസ്റ്റിൽ മോശം പ്രകടനമെന്ന് പറഞ്ഞ് സിറാജിനെ അകത്തിൽ നിന്ന് മാറ്റി. എന്നിട്ട് ഹർഷിത് റാണെന്ന് പറഞ്ഞിടത്തിന് നൂലിക്കെട്ടി ഇറക്കി. ഹർഷിത് റാണ മോശം ബോളറാണെന്നല്ല, പക്ഷേ പെക്കിംഗ് ഓർഡറിൽ ശരിക്കും ടീമിലെത്തേണ്ടിയിരുന്നത് സിറാജ് തന്നെയാണ്. സിറാജ് അങ്ങനെ ഏകദിനത്തിൽ മോശം പ്രകടനമൊന്നുമല്ല കാണിച്ചത്. ഏകദിനത്തിൽ നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരാളെയാണ് മാറ്റി നിർത്തിയത് ഹർഷിത് റാണയ്ക്ക് വേണ്ടി. ഹർഷിത് റാണ വിക്കറ്റൊക്കെ എടുക്കും, പക്ഷേ അടിയും കൊള്ളും. ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടായിരുന്നല്ലോ. ശരി, എന്തെങ്കിലും ആട്ടെ. ഈ ഒരു സെലക്ഷൻ മാറ്റി നിർത്തിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമാണ് ഇന്ത്യയുടെ ഇപ്പോഴും, ബുംറ ഇല്ലെങ്കിൽ പോലും. പിന്നെ നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പം അപ്പുറത്തെ വീട്ടിൽ കൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സുഖമുണ്ടല്ലോ. അങ്ങനെ ഒരു സുഖത്തിൻ്റെ വാർത്ത ഓസ്ട്രേലിയൻ ടീമിൽ നിന്നുള്ള ഒരു സാധനമുണ്ട്. അവിടെ 5 പേര് അപ്പുറത്ത് പോയത്. കമ്മിൻസ് ക്യാപ്റ്റൻ ഇല്ല, പിന്നെ ഹേസൽവുഡ് ഇല്ല, മിച്ചൽ സ്റ്റാർക്ക് ഇല്ല, പിന്നെ മിച്ചൽ മാർഷ് ഇല്ല, പിന്നെ മാർക്കസ് സ്റ്റോയിനിസ് ഇല്ല. ഈ മാർക്കസ് സ്റ്റോയിനിസ് ആദ്യം ചാമ്പ്യൻസ് ട്രോഫി ടീമിലുണ്ടായിരുന്നു. ടീം പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കയറി അങ്ങ് ഒരു വിരമിക്കലങ്ങ് പ്രഖ്യാപിച്ചു. മിച്ചൽ സ്റ്റാർക്ക് പേഴ്സണൽ റീസൺസ് പറഞ്ഞ് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഒഴിവായപ്പം മിച്ചൽ സ്റ്റാർക്കിൻ്റെ വൈഫ് അലിസ ഹീലി, വിക്കറ്റ് കീപ്പർ ഓസ്ട്രേലിയയുടെ, പിന്നെ വിമൻസ് പ്രീമിയർ ലീഗിൽ UPയുടെ ക്യാപ്റ്റൻ, പുള്ളിക്കാരിയും പേഴ്സണൽ റീസൺസ് പറഞ്ഞ് ഒഴിവായി. അത് കൃത്യമായിട്ടുള്ള കാരണം പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തോ ഫാമിലി ആയിട്ടുള്ള എന്തോ മാറ്ററാണ്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ശരിക്കും ഇന്ത്യക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഓസ്ട്രേലിയക്ക് അതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ്.